ഹലോ 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 ആരാണ്? ജോസാണ്, ജോസ്. ഞാൻ ജോസിനെ വിളിക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഈ അളിയനായിട്ട് പ്രശ്നമുണ്ടായിട്ട് കേസായിരുന്ന കോടതിയിലായിരുന്നു, ജയിലിൽ പോയതൊക്കെ പറഞ്ഞു കേട്ടല്ലേ, ഞാനിങ്ങ് അറിഞ്ഞാണ്. എന്തായിരുന്നു സംഭവം? എന്താണ് അത് ഇനി ഞാൻ എന്താണെന്നുള്ള കാര്യം ഇനി എനിക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ പറ, ഞാൻ ഏതായാലും പറയില്ല. കാര്യം അറിയാല്ലേ നമുക്ക്. ഞാനിപ്പോ ജാമ്യത്തിലാണ്. ഞാനിപ്പോ ജാമ്യം എടുത്തു. എനിക്ക് പറയാനുള്ളത് വേറെ മറ്റു കാര്യങ്ങളോ പുള്ളിക്കാരൻ ചെയ്തോ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ജാമ്യത്തിൽ ഇറങ്ങിയവര് ഞാൻ അറിഞ്ഞ് ആരെക്കൂടെ കൂടിയാണ് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനും അനിയനും അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ പേരെയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ അവസ്ഥയില് ജാമ്യത്തിൽ എടുക്കാൻ ആരാ ഉണ്ടായേ? എന്റെ അനിയൻ മൂത്ത വരുമോന്റെ അമ്മാനെ പേര്, രണ്ടാമത്തെ വരുമോയാണ് എന്നെ ജാമ്യത്തിൽ എടുത്തേക്കണേ. അനിയൻ പറഞ്ഞാൽ മനസ്സിലായില്ല. അനിയൻ ഇവിടെ ഉണ്ട ഒന്നാ? എന്റെ അനിയൻ എന്ന് പറയുന്നത് എന്റെ അനിയത്തിയുടെ ഭർത്താവ് ദേവിസൻ. അതല്ലേ അവിടെ കയറേണ്ട കാര്യമുള്ളൂ, അല്ലാതെ വേറെ ആരാ കയറേണ്ട കാര്യം? അതല്ലേ പ്രശ്നം. അല്ല, ഈ ബന്ധുക്കാരെയൊക്കെ ഈ കാര്യത്തിൽ ഞാൻ അറിയിക്കാൻ പോയെന്നാ. പെട്ട ജോയി തൊട്ടടുത്ത് കിടക്കണല്ലേ. ആ തൊട്ടടുത്ത് കിടക്കുന്ന ജോയിയുടെ ഭാര്യ, അവരൊക്കെ രാഷ്ട്രീയത്തിലും പഞ്ചായത്തിലൊക്കെ ബന്ധപ്പെട്ട ആളുകളല്ലേ. അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരൊക്കെയല്ലേ സമീപിക്കുന്നത്. അതായത് ബന്ധുക്കാരൊക്കെ പോയി പറഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ അതിന്റെ മോശം. അവരൊക്കെ ഇന്ന് കഴിയുമ്പോൾ നാളെ കഴിയുമ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ പറയില്ലേ. ബന്ധുക്കാരെ നീ വലിച്ചടിക്കാൻ പോയാ ഈ ജോയിനെ ആകുമ്പോ അയൽവക്കം കൂടിയാണ്, നിങ്ങൾ വലിയ അടുപ്പൊക്കെ അല്ലേ. അപ്പൊ ആ നിലയിൽ അവരോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അവരൊക്കെ വളരെ സ്വാധീനമുള്ള ആളല്ലേ. അവനാണ് ഇന്ന് കുടുംബം കടത്തുന്നവൻ. അതെന്താണ്? മൂത്ത ആളുടെ രണ്ടാമത്തെ ആളുടെ കല്യാണം ഉറക്കാൻ വേണ്ടിയിട്ട് ഇയാള് വളരെ പരിശ്രമിച്ചു ഇറക്കി നിന്നത്. ആ പരിപാടി ആര്? പെട്ട ജോയിയാ? അതെ. ആഹാ, അങ്ങനെയാണ്. അപ്പൊ ജോയി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? അവരൊക്കെ വലിയ വലിയ നിലയിലിരിക്കുന്ന ആളാകുമ്പോ ഇങ്ങനെയുള്ള ഉടക്കൊക്കെ ചെയ്യുമോ? നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അളിയന്മാരുടെ പ്രശ്നങ്ങൾ വന്നപ്പോ ഏതോ ഒരു അച്ഛനെ വിളിച്ചല്ലേ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യിച്ചേ. അതുപോലെ ഒരു അച്ഛനെ വിളിച്ച് ഈ കാര്യം ഒന്ന് നേരെയാക്കാൻ പറഞ്ഞാൽ പോരെ? അതില് നല്ലത്. പുള്ളിയുടെ ഏറ്റവും വലിയൊരു സുഹൃത്തുണ്ട്, പുള്ളി ഇങ്ങനെ കയറുന്നതാണോ. പുള്ളിയായിട്ട് ഏറ്റവും വലിയ സുഹൃത്തുമാണ്, ബന്ധുവാണ്. ഒരു അഴകിയരാമെന്ന് പറയുന്ന അമ്മത്താണ്. ഇങ്ങനെ ഒരു അത്ഭുതമാണ്. അളിയനായിട്ടേ കാശിന്റെ ഇടപാടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ടെൻഷനായിട്ട് ചിലപ്പോൾ മേടിച്ചു, പിന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ വാങ്ങിക്കാറുണ്ട് അല്ലേ? ആ, അല്ലാതെ ഞങ്ങള് വേറെ പരിപാടികളൊന്നുമില്ല. ഞങ്ങള് തമ്മിൽ ഒരു കൊല്ലം മുമ്പ് വരെ വളരെ ക്ലോസ് ആയിരുന്നു. ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും വളരെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ജീവനക്കാരെന്ന് പറയുന്നതാണല്ലോ ബഹുമാനിച്ചിരുന്നേ. ഇപ്പൊ കാശ് ചോദിച്ചപ്പോ ഉടക്കായ. അപ്പൊ ഈ കാശ് ചോദിച്ചു വന്നത് ആരാണ്? പാപ്പച്ചെന്ന് പറയുന്ന പരിപാടിയാണ്. കാശ് ആവശ്യത്തിന് പരിപാടിന്നല്ല അല്ലേ? പുള്ളിക്കാരന് കാശ് ഒരു വലിയില്ല. ഈ പുള്ളിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അവർക്ക് എന്താ ഉദ്ദേശം എന്നറിയാം. ഈ പുള്ളി നയിച്ചു കാണണം. എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ നിന്നാൽ മാത്രം അവർക്കൊക്കെ മനസ്സിലാവും കാശുണ്ടാക്കണമെങ്കിൽ. ആ രീതിയിൽ കാശ് ഉണ്ടാക്കേണ്ടവരെയാണ്.
കുറെ 10 ജോലിക്കാരുണ്ട്. ആ ജോലിക്കാർക്ക് വാടിക്കോരി കൊടുക്കാൻ പോകും. ആ കാശ് കൊണ്ട് ദൈവം തന്ന കാശ് കൊണ്ട് പുള്ളിക്ക് എല്ലാവരും ചെറുപ്പ് ചെയ്യുന്നു. ചിന്താഗതി വന്നു പോയി. അത് ശരി. ഈ ആർക്കും ഈ കാര്യങ്ങൾ തീർക്കണമെന്ന് ആഗ്രഹമില്ല. ഇതിൽ ഇയാളുടെ വിശ്വസ്തനായ പണിക്കാരന് പോലും പണിക്കാരൻ അവിടെ നാട്ടിച്ചു. ആ സാറിന് കൊടുക്കാനുള്ള കാശാണ്ട് കൊടുത്തു കഴിഞ്ഞ് പലരും നിൽപ്പുണ്ട്. ആ സാറിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്നുള്ള പ്രശ്നത്താണ് ചെയ്തത്. നിനക്കറിയാമോ? ഞാൻ സാറിനോട് ഇന്ന കാശ് വെച്ച് നിനക്കറിയാമോ? നീ എന്താ പറയൂ? ഞാൻ സ്വല്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അത് ഈ ഭാര്യയുടെ ആധാരമല്ലേ അത്? അതെങ്ങനെ പുള്ളിയുടെ കയ്യിൽ വന്നേ? ഇയാളെ കാശില്ലാതെ കിടന്ന് ഓർമ്മ സമയത്ത് എന്നോട് ഒന്ന് ചോദിച്ചപ്പോൾ ഞാനെടുത്തു. അത് 1.5 കോടി രൂപയുടെ സ്വഭാവം. ഈ പണമിടപാടൊക്കെ അളിയന്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്തേക്കണേ? കാശ് കൊടുക്കാനുണ്ടോ ഇല്ലെന്ന് അമ്മയ്ക്ക് അമ്മ കണ്ടിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ അമ്മയുടെ ഉള്ളിൽ പോയി മേടിക്കാറൊന്നുമില്ല. ഈ പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഞാനത് പറയണില്ല, ചെയ്യുന്നില്ല. അല്ല, ഈ ലോകം മുഴുവനും ഈ പുള്ളിനെ പറ്റി പിന്നത്തിനും പറഞ്ഞ് നടക്കാണെന്നാണല്ലോ കേൾക്കുന്നത്. ഇപ്പൊ ഞങ്ങള് അത്ര സെൻറ്റികളൊന്നുമല്ല. നിങ്ങളെ പോലെ തന്നെ ഭക്ഷണവും കഴിച്ച് മാന്യമായിട്ട് നാട്ടിലും മാന്യമായിട്ട് നടക്കുന്ന ഇത് അവനെ പോലെ നാട്ടുകൊണ്ടും നാറിക്കണ്ട. അതല്ല ഞാൻ. നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ പലതും കേൾക്കാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ കല്യാണം കഴിച്ചത്. അവിടുത്തെ ഒരു മോളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതെ, അവിടുത്തെ ഒരു വേലക്കാഴ്ചയാണെന്നുള്ള രീതിയിലല്ല ഞാൻ കല്യാണം കഴിച്ചത്. ആ രീതിയിൽ ഞാൻ സംസാരിക്കും, ആ രീതിയിൽ സംസാരിക്കും. അതിന് ഇനി ആര് തുടങ്ങാനും ഞാൻ വിളിച്ചു കൊടുക്കും. അപ്പൊ വല്ല ജോലി ഉണ്ടായിരുന്ന? അപ്പൊ ഞങ്ങൾ കൃഷി ഇവർക്ക് വിശ്വസമാണ്. അങ്ങനെ പരസ്പരം എന്റെ അമ്മാമ്മയും ഇവരുടെ അമ്മാമ്മയും തമ്മിൽ ചെയ്തിട്ട് ആണ് കല്യാണം നടക്കുന്നത്. അവർ തമ്മിൽ കൂട്ടുകാരായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം തന്നെ നടക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആരും വലിയ ആൾക്കാരൊന്നും അല്ലായിരുന്നു. എല്ലാവരും ഒരേ വീട്ടിൽ തന്നെ ചെയ്തു. പഠിക്കണ കാലത്ത് ജോസ് പുറകെ കൂടിയതാണെന്ന് കേൾക്കണുണ്ടല്ല. അതിന് വല്ല വാസ്തവമുണ്ടോ? അതേ സ്കൂളിൽ വെച്ച് 5ാം ക്ലാസ് വരെ ഞാൻ 7ാം ക്ലാസ്സിൽ ഞാൻ പോകുന്നു. ഞാൻ പോയതിനു ശേഷം ആണ് ഇവിടെ പഠിക്കാൻ പറ്റത്. പള്ളിയിൽ കയറി എല്ലാ കാര്യങ്ങളും നടന്നതാണ്. എന്റെ കല്യാണം വയസ്സിന് 19 വയസ്സ്, എനിക്ക് 23 വയസ്സാണ്. നമ്മളൊക്കെ വെറും തുല്യായിട്ട് പിന്നെ പുള്ളിയുടെ എവിടെ ചെന്നാലും ബന്ധം പറയുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിയോട് പറയാം. അതൊക്കെ നമ്മളെ തന്നെയാവട്ടെ. സ്വന്തം നാട്ടിൽ പോലും ബന്ധം പറയാൻ പാടില്ല. ഒരിക്കലും പുള്ളി വലിയ നേട്ടത്താണെന്നുള്ളത് തോന്നല് പുള്ളിക്ക്. അതോടുകൂടി ഇപ്പൊ ഞാനും നല്ല പോരാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോരാത്തതാണ്. അവിടെ ഉള്ളതിന് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ നടത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ബന്ധം പറയാൻ പാടില്ല. അത് പുള്ളിക്ക് നാണംകേടായിട്ടായിരിക്കും. അത് പോട്ടെ, 4 ലക്ഷം രൂപയുടെ ചെക്കിന് പകരം 40,000 രൂപയുടെ ചെക്ക് കൊടുത്ത് പറ്റിക്കാൻ നോക്കി എന്നുള്ള ഒരു ശ്രുതി കേൾക്കണ്ടല്ല. അതെന്താണ്? ചെക്ക് അവിടെ ഇരിപ്പുണ്ടല്ല. ഞാൻ കേട്ടാലേ ഞാൻ എന്റെ അറിവോ സമ്മതമില്ല പുള്ളിയെടുത്ത്. അതിന് നമ്മൾ സാധാരണ ഭാഷയിൽ വേറെ ഒറ്റ വാക്ക് പറയും. എന്റെ ഒരു ചെക്കിൽ ഇത് കത്തെടുത്ത് അപ്പൊ അങ്ങനെ പറയാൻ. അപ്പൊ അങ്ങനെയല്ലേ? പിന്നെ എങ്ങനെയാണ്?